ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും സൂപ്പർ അടിപൊളി കിടക്കാച്ച ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഈ ഒരു ടിപ്പൊക്കെ ചെയ്തിട്ട് രാവിലെ എഴുന്നേറ്റലുണ്ടല്ലോ നമ്മുടെ ചേട്ടന്മാരൊക്കെ ഞെട്ടിത്തെറിക്കും. അതുമാതിരിയുള്ള ഒരു ടിപ്പാണ് ഇന്ന് സൂപ്പ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇവിടെ ഞാൻ ഓരോ ദിവസവും രാവിലെ ഞെട്ടിത്തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തെറിച്ച് ആളിന് വയ്യാതെ വന്നേക്കും കേട്ടോ. പ്രത്യേകിച്ച് തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഓരോന്നോരോന്ന് ഇവിടെ തീരുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും, അപ്പം നീ ഇതെന്തുവായി, ഇത് പാർലറും എല്ലാം തുടങ്ങാൻ പോകുന്നതെന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ. അങ്ങനെയും ഞാനിങ്ങനെ ഞെട്ടിത്തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ സാധനങ്ങളില്ലാതെ വരുമ്പോൾ നമ്മൾ പിന്നെ ആരോടാ പറയുന്നേ, ആവശ്യമുണ്ടും തരും കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് കേട്ടോ, രാത്രി തേച്ചിട്ട് രാവിലെയാണ് ഇത് കഴുകി കളയേണ്ടത്. അത്രയ്ക്ക് കിടിലൊരു ടിപ്പാണ്. നല്ല അടിപൊളിയാവും. ഇത് രാത്രി കിടന്ന് ഉറങ്ങുമ്പം എന്താ കരിങ്കാളി എന്നൊക്കെ പറയത്തില്ല, നമ്മളെ കളിയാക്കത്തില്ല. പക്ഷേ രാവിലെ കരിങ്കാളി നല്ല മഹാലക്ഷ്മി ആയിട്ട് ഇരിക്കും. രാവിലെ എഴുന്നേറ്റ് വന്നാൽ നമ്മൾ ചില സമയത്ത് കൂതറ മുഖമായിട്ടല്ലേ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അടിപൊളി സുന്ദരി കുട്ടിയായിട്ടായിരിക്കും രാവിലെ ഉണർന്ന് അങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇച്ചിരി ഒരു ഉറക്കച്ചവടോടൊക്കെ വന്ന് നമ്മൾ കണ്ണാടി നോക്കി അതേ കണ്ണൊക്കെ ചൈനക്കാരുടെ കൂട്ടൊക്കെ ഇരിക്കും ചില സമയത്ത്. അത് നന്നായിട്ട് ഉറങ്ങാത്തത് കൊണ്ടൊക്കെയാണ് അല്ലേ, ചിലപ്പോൾ നന്നായിട്ട് ഉറക്കമൊന്നും കിട്ടാത്തത് കൊണ്ടായിരിക്കും. ടെൻഷനൊക്കെ മാറ്റി നന്നായിട്ട് ഭഗവാനോട് എന്താ ഇന്നത്തെ കാര്യങ്ങൾ മൊത്തം പറഞ്ഞിട്ട് സുഖമായിട്ട് കിടന്ന് നല്ലൊരു പ്രഭാതത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് കിടന്നാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഒരു സ്വപ്നം കാണലുമില്ല. നന്നായിട്ട് നമുക്ക് ഉറങ്ങാനൊക്കും. പിന്നെ പറഞ്ഞു തരുന്ന ആളത് എൻ്റെ പൊന്നെ, എനിക്ക് ഉറക്കക്കുറവായിരുന്നു. ഡോക്ടർ അങ്ങനെ ഉറക്കിയ ഗുളിക വരെ തന്നിട്ടാണ് എന്നെ ഉറക്കി കിടത്തിയത്. ഒരു 2 മാസം മുമ്പ് എനിക്ക് ഭയങ്കര തലയ്ക്ക് വേദനയൊക്കെ ഇല്ലായിരുന്നു. ഡോക്ടർ വെച്ച് എന്താ ടെൻഷൻ ഉണ്ടോ, ഞാൻ പറഞ്ഞു ഇല്ല. പാവം എൻ്റെ അണ്ണ ഇവിടെ ഇരുന്നു. പുള്ളിക്കാരനാണോ ടെൻഷൻ തരുന്ന ആളോ? ഞാൻ പറഞ്ഞു പാവം, അങ്ങോട്ടൊന്നും പറയല്ലേ പാവം, ഒന്നും എനിക്ക് ടെൻഷൻ തരുന്ന ഒരു പരിപാടികളും ചെയ്തു തരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. എന്തോ നമുക്ക് അന്നേരം എനിക്ക് ഭയങ്കര തലവേദനയൊക്കെ വന്നപ്പോൾ ഞാൻ പലതും ചിന്തിച്ചൊക്കെ പോയി. എന്തെങ്കിലും നമുക്ക് ഉപയോഗമൊക്കെ വരുമ്പോൾ ഞാനങ്ങനെ കേട്ടോ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിപ്പോവോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഉറക്കമൊക്കെ നഷ്ടപ്പെടും കേട്ടോ. എന്തായാലും എൻ്റെ പ്രാർത്ഥനയൊക്കെ ദൈവം കേട്ടു. നല്ലൊരു ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ ചികിത്സ തേടി പോയി. എന്താണെന്ന് അറിയത്തില്ല, ആദ്യത്തെ ഡോസിൽ തന്നെ എനിക്ക് നല്ല മാറ്റവും കിട്ടി കേട്ടോ. അടിപൊളി ഡോക്ടറായിരുന്നു, ലേഡി ഡോക്ടറായിരുന്നു, നമ്മുടെ അടുത്ത് തന്നെ കേട്ടോ. അങ്ങനെ നമുക്ക് വ്യത്യാസമൊക്കെ വന്നു. അല്ല, നമ്മൾ ഈ ഉറക്കച്ചേവിടെ ആ കണ്ണിൻ്റെ ഇത് പറഞ്ഞപ്പോഴാണ് ബ്യൂട്ടി ടിപ്പ് എല്ലാം മറന്നുപോയി, പിള്ളേരെ എല്ലാം മറന്നുപോയി പറഞ്ഞു വന്നപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. ഉറക്കം നന്നായിട്ട്, പിന്നെ മൊബൈൽ ഒരുപാടൊന്നും ചുരണ്ടി പറിക്കണ്ട. അങ്ങനെയൊക്കെ നമുക്ക് കണ്ണിന് ഇച്ചിരി സ്ട്രെയിനൊക്കെ എടുക്കുമ്പം വല്ലാത്ത അസ്വസ്ഥതകളൊക്കെ വരും. അപ്പോഴും നമുക്ക് എന്തൊക്കെയാണ് വേണ്ടിയെന്ന് പറയട്ടെ. ഓറഞ്ചിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തായാലും ഓറഞ്ച് എടുത്തപ്പം നമുക്ക് അടിപൊളി ഓറഞ്ച്, ചിലതെടുക്കും കൊള്ളത്തില്ല. നമുക്ക് ഓറഞ്ച് നീര് വേണം, റോസ് വാട്ടർ വേണം, എന്താ അലോവേറ ജെല്ല് വേണം. ഞാനങ്ങ് കഴിക്കും കേട്ടോ, അത്രയ്ക്ക് ചൂടാവില്ല ഇവിടെ. ഗ്ലിസറിൻ വേണം. ഇത്രയും മാത്രം മതി കേട്ടോ നമുക്ക് ഈ ഒരു ടിപ്പ് ഉണ്ടാക്കാൻ. അപ്പോൾ രാത്രിയിൽ തേച്ച് രാവിലെ എഴുന്നേറ്റാൽ ആരെപ്പോലെ ഇരിക്കും, നല്ല മഹാലക്ഷ്മിയുടെ കൂട്ടിരിക്കും കേട്ടോ. മഹാലക്ഷ്മിയെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? പായ്ക്കുണ്ടാക്കാം. നിങ്ങൾ വിചാരിക്കേണ്ട കൊതിച്ച് പാറുക ഞാനൊന്നും ഒന്നുമല്ല. ചൂട് സഹിക്കാൻ വയ്യാന്നേ. നമുക്ക് ഓറഞ്ച് നീര് കുറച്ച് പിഴിഞ്ഞെടുക്കാം. അങ്ങോട്ടൊക്കെ ഉള്ളത് അങ്ങോട്ടൊക്കെ തെറിച്ച് പോകുന്നു. ഒരു 2 അല്ലി മതി കേട്ടോ, 2 അല്ലി മാത്രം മതി. അതിനകത്ത് ഇഷ്ടംപോലെ നിറയെ ഇതുണ്ടല്ലോ, ജ്യൂസ് ഉണ്ടല്ലോ, അത് മതി കേട്ടോ. അപ്പോഴേ അതിൻ്റെ ജ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആക്കിയ കളഞ്ഞു. അതെടുത്തു. നമുക്ക് അടുത്തത് റോസ് വാട്ടർ എടുക്കാം കേട്ടോ. ഞാൻ ചില സമയത്തുണ്ടല്ലോ ഇത് ഞാൻ നടുക്ക് കുത്തിയതാട്ടോ. നമുക്ക് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
ഒത്തിരി ഏറെ ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് 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 കേട്ടോ. അടിപൊളി തരമാണ്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഗ്ലിസറിൻ കൂട്ടൻ. വേറെ ഒരു ടിന്നിനകത്തുണ്ട് കേട്ടോ ഗ്ലിസറിൻ കൂട്ടൻ. ഞാനും മോളും കൂടെ മത്സരിച്ച് ഇവിടെ തേക്കുന്നത് കൊണ്ടല്ല, ഞാൻ അളവൊന്നുമല്ല, നമുക്കറിയാമല്ലോ, നമ്മൾ എപ്പോഴും ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെയൊക്കെ ഒരു അളവ് നമുക്ക് ഏകദേശം നമുക്ക് അറിയാം. വിയർത്തൊഴുകുന്നു. പിന്നെ നമുക്ക് അലോവേര ജെല്ലാണ് വേണ്ടത്. ചിലത്തെ പായ്ക്ക് എല്ലാവരും ഇട്ട് നോക്കിയോ, അടിപൊളിയാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ഒരു പായ്ക്കാണ് ഇന്നലെ നമ്മൾ ചെയ്തത്. നമ്മൾ അലോവേര ജെല്ല് എന്നിട്ട് നമ്മൾ അങ്ങോട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് മുഖത്ത് എന്താ നമ്മുടെ മറ്റേ പായ്ക്ക് പോലൊന്നും ഇരിക്കത്തില്ല കേട്ടോ. എന്താ വെള്ളത്തിൻ്റെ കളറുണ്ടോ അതേമാതിരി ഇരിക്കത്തേ ഉള്ളൂ. ഇച്ചിരി ഒന്ന് തൂട്ടാൽ നല്ലതാട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കണം, വെറുതെ എങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ കേട്ടോ. നല്ല കിടുക്കാച്ചായിട്ടും അല്ലേ ഈ സൂപ്പ് കൊച്ച് പറഞ്ഞിരുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും പറ്റിപ്പിടിച്ചൊന്നും ഇരിക്കത്തില്ല കേട്ടോ. നല്ലതാണ്. ഇതെല്ലാം കൂടെ ചേർന്ന് നല്ലൊരു മണവും നല്ലൊരു ഉഷാറിലൊക്കെ നമുക്ക് കിടന്ന് ഇങ്ങനെ ഉറങ്ങാം. കൂർക്കം വലിച്ചുറങ്ങുന്നവരാണോ നിങ്ങളൊക്കെ? കൂർക്കം വലിക്കുന്നവരറിയുന്നില്ല നമ്മൾ കൂർക്കം വലിക്കുന്നവരാണെന്ന്. അടുത്ത് കിടക്കുന്ന ആരെങ്കിലും ചേട്ടന്മാരോ അതിനേക്കാളും കൂർക്കം വലിയായിരിക്കും. പിന്നെ എങ്ങനെ നമ്മൾ കൂർക്കം വലിക്കുന്നതെന്ന് അറിയുന്നതല്ലേ. നമ്മളെ കൂർക്കം വലിക്കുന്നവരുടെ കാര്യം പറയുമ്പോൾ ഭയങ്കര ദേഷ്യം കേട്ടോ. കൂർക്കം വലിക്കുന്നെന്ന് പറയുമ്പോൾ ഭയങ്കര ദേഷ്യം വരും കേട്ടോ. ഞാൻ കൂർക്കൊന്നും വലിക്കത്തില്ല കേട്ടോ. ഇങ്ങനെയാണ് അവർ പറയുന്നത്. ഇതേ നമ്മുടെ ഉച്ചക്കതയിലെ വെള്ളം മാതിരി ഇരിക്കുന്നത് കേട്ടോ. എന്താ നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ നമുക്കിത് തൂത്ത് കൊടുക്കാൻ കേട്ടോ. അത്രയ്ക്ക് നല്ല കിടുക്കാച്ചൊരു ഇതാട്ടോ. ഇതിന് കളർ പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഓറഞ്ച് ജ്യൂസും ഇതിനകത്ത് മിക്സ് ചെയ്യുമ്പോൾ എന്താ ഒരു കളറൊക്കെ വരും കേട്ടോ. അപ്പോൾ സുപ്പ് ഇപ്പം മുഖത്ത് തേക്കുന്നില്ല. നമ്മൾ വിളക്കിൻ്റെ മുന്നിലൊക്കെ പോയി എൻ്റെ മോന് പരീക്ഷ കേട്ടോ. +1 പരീക്ഷ ഇന്ന് നമ്മുടെ മക്കളുമാരുടെ എല്ലാം പരീക്ഷ തുടങ്ങുന്ന ദിവസം. അപ്പോഴെൻ്റെ പൊന്ന് തമ്പുരാനെ, എൻ്റെ മക്കൾക്ക് എല്ലാ മക്കൾക്കും ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾമാർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കല്ലേ. അപ്പോഴവനെ വിടാൻ വേണ്ടി രാവിലെ ജോലിയൊക്കെ ഒതുക്കി പ്രാർത്ഥിച്ചൊക്കെ വരണ്ടേ. അപ്പോഴേ എൻ്റെ പൊന്നോ പരീക്ഷ എഴുതി വരുന്നത് വരെ നമുക്കൊരു സമാധാനമില്ലല്ലേ. നമ്മുടെ പ്രാർത്ഥനയോടെ ഇരിക്കും നമ്മുടെ മക്കൾ പരീക്ഷ എഴുതാനും പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാനും അവർക്ക് നല്ല ആരോഗ്യവും എല്ലാം കിട്ടാൻ വേണ്ടി നമ്മളിരുന്ന് പ്രാർത്ഥിക്കും കേട്ടോ. ഞാൻ അങ്ങനെ കേട്ടോ. അപ്പോഴതുകൊണ്ട് ഞാൻ ചന്ദനക്കുറി ഇന്ന് മാറ്റുന്നില്ല. എന്നാലും ഒന്ന് നമുക്ക് മുഖത്തിട്ട് കാണിക്കാം കേട്ടോ. മുഖം കഴിയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് മുഖത്ത് തേച്ച് കൊടുത്താൽ കേട്ടോ. തേക്കുമ്പം തന്നെ എന്ത് സുഖം. ഇപ്പം സത്യം പറഞ്ഞാൽ പണ്ടുള്ള അപ്പനും അമ്മമാർക്കും ഇത്ര ടെൻഷൻ ഇല്ലായിരുന്നു കേട്ടോ. ഇന്ന് വെച്ച കാലം അതുപോലെയാണ്. ഓരോ ദിവസവും കടന്നു പോകുന്ന എൻ്റെ ദൈവമേ, നമ്മൾ മൊബൈലിലാണേലും ടി വിയിലാണേലും എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ രാവിലെ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ അവത്തുങ്ങൾ വരുന്നത് വരെ അങ്കലാപ്പ് ആദ്യമോ അല്ലയോ. എൻ്റെ പൊന്നെ ഓർക്കാൻ പോലും വയ്യ. അപ്പോൾ ഇത് ഇങ്ങനെ വെറുതെ നമ്മളിങ്ങനെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ. രാത്രിയിൽ ഒന്നുമില്ല. ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ചന്ദനം മാറ്റാത്ത. നമ്മൾ പ്രാർത്ഥിച്ച് മക്കളെയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം നമ്മൾ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുക കേട്ടോ. ഇത് ഇങ്ങനെ തേച്ചത് നിങ്ങളുടെ മുഖത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. നമ്മളെ കഴുത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. രാവിലെ കഴുകി മാറ്റിയാൽ മതി. സുപ്പൊപ്പം രാവിലെ തിരിഞ്ഞതൊക്കെ ചെയ്യുന്നത് രാത്രിയിൽ ഇട്ട് കൊടുക്കാൻ നല്ലൊരു അടിപൊളി ഒറ്റ രാത്രി കൊണ്ട് തന്നെ നമ്മുടെ മുഖമൊക്കെ അടിപൊളി കിടുക്കാച്ചയായിട്ട് കിട്ടും. ഇത് നമുക്ക് നമ്മുടെ കൈകളിലും ഒക്കെ തേച്ച് കൊടുക്കണം കേട്ടോ. മുഖത്ത് മാത്രം എന്നൊന്നും ഇല്ല കേട്ടോ. കാലിലും കയ്യിലും മുഖത്തും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു അടിപൊളി കിടുക്കാച്ച ഒരു പായ്ക്കാണ് ഇത് കേട്ടോ. ഞാൻ പരീക്ഷിച്ച് വിജയിച്ചതാണ്. അപ്പോൾ ഞാൻ എന്നും നല്ല കരിങ്കാളിയുടെ കൂട്ടൊന്നും നല്ല രാവിലെ എഴുന്നേറ്റ് വരുന്നതല്ല, മഹാലക്ഷ്മി എഴുന്നേറ്റ് വരുന്നതിൻ്റെ കൂട്ടായിരിക്കും. നമ്മളെണ്ണ അത് കണ്ട് ഞെട്ടി തെളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാവം
അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഇപ്പം നന്നായിട്ട് അന്നേരം ഇരിക്കുന്ന ഭാഗത്ത് മാത്രം കഴിയില്ലെന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ. സൂപ്പറാണ്, നിങ്ങൾ ചെയ്ത് നോക്കണം ഇത് കേട്ടോ. ഓറഞ്ചൊക്കെ ഇപ്പോൾ എല്ലാവരും വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് നമുക്ക് ഉച്ച സമയമാകുമ്പോഴത്തേന് ഭയങ്കരമായ എന്താ ചൂടും ആവിയും ഒക്കെ അല്ലേ. അപ്പോഴോരോ അല്ലിയൊക്കെ എടുത്ത് വെച്ച് കഴിച്ചാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കണം ഈ ഒരു ടിപ്പ് നിങ്ങൾ. നല്ലൊരു നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു നല്ലൊരു ടിപ്പായത് കേട്ടോ. നല്ലൊരു എന്താ ഞാൻ ചെയ്ത് നോക്കിയതിൽ എനിക്ക് എന്താ നമുക്കൊരു നല്ല ഒരു ഉന്മേഷമൊക്കെ തോന്നിയൊരു എന്താ കേട്ടോ സംഭവമാണിത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇത്. അപ്പോൾ ഓറഞ്ച് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനിത് ഉണ്ടാക്കും. രാത്രി ഉണ്ടാക്കി തേച്ചിട്ട് കിടക്കും. നല്ല നമുക്ക് എന്താ ഒരു പ്രത്യേക ഒരു ഉണർവൊക്കെ കിട്ടും കേട്ടോ. അതുപോലെ തന്നെയാണ് ഇത് നമ്മുടെ മീനാക്ഷി കോവിലെ മധുര മീനാക്ഷി കോവിലെ പിന്നെ ചന്ദനം ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോഴേ ഇതൊക്കെ ഇടുമ്പം എനിക്ക് എന്തോ ഒരു എനർജി കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നും കേട്ടോ. സത്യമായിട്ടും ഈ രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം ഇത് ഇടുമ്പം എന്തോ എനിക്ക് അന്നൊരു പ്രത്യേകമായ ഒരു എനർജി ഉണ്ട് കേട്ടോ. ഒരു പോസിറ്റീവ് എനർജി, നല്ല ഒരു ഉന്മേഷമൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പായ്ക്കൊക്കെ ഇടുന്നത് കൊണ്ടല്ലേ പിന്നെ ചന്ദനക്കുറിയൊന്നും നിങ്ങൾ കാണാത്തത്. നമ്മളെന്തായാലും രാവിലെ കുളിച്ച് വിളക്കിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ച് ഒക്കെ അല്ലേ തുടങ്ങുന്നത്. ഒരു ദിവസത്തെ ഒരു ഇതൊക്കെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒക്കെ നമ്മൾ പക്ഷെ നല്ലൊരു ഇതാട്ടോ. എനിക്ക് ഈ ഒരു ചന്ദനം ഇടുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടും. ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്കും കിട്ടണമെങ്കിൽ ഈ ചന്ദനക്കുറിയൊന്നും ഇട്ടില്ലെങ്കിലും ഈ ഒരു പായ്ക്ക് ഇട്ടുകൊണ്ട് രാത്രി കിടന്ന് നോക്കാൻ നല്ലൊരു അടിപൊളി ഒരു കിടുക്കാച്ചൊരു എനർജിയൊക്കെ രാവിലെ നമുക്ക് കിട്ടും. നല്ലൊരു ഉന്മേഷമൊക്കെ നമുക്ക് കിട്ടും അല്ലേ. അതേപോലെ അല്ലേ രാവിലെ ഒന്ന് എണ്ണ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് പ്രത്യേകത നല്ലൊരു ഉണർവല്ലേ. പിന്നെ ഇതൊക്കെ ഇപ്പം പിന്നെ ഇച്ചിരി താമസിച്ചൊക്കെ രാവിലെ ഞാൻ വിചാരിക്കും വൈകിട്ട് തൂക്കാൻ സമയമില്ല. അപ്പോൾ രാവിലെ തൂത്തതിന് ശേഷം പൊടിയല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരു 10 മണിയൊക്കെ ആവും കേട്ടോ. രാവിലെ ഒന്നും നമുക്ക് കുളിച്ച് നിൽക്കാനൊന്നും സമയം കിട്ടത്തില്ല. മക്കളെയൊക്കെ പറയും ജോലിയൊക്കെ ഒതുക്കി ഞാനിപ്പോൾ മീനും വെട്ടിക്കഴിഞ്ഞതിന് ശേഷമാട്ടോ കുളിയൊക്കെ കഴിയുന്നത്. എനിക്കല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം കേട്ടോ. ഒരു കഥ പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു പായ്ക്ക് ഇടണം. ഞാൻ പായ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് കുറച്ചെടുത്താൽ മതി കേട്ടോ. ഒരു തുള്ളിയൊക്കെ നമ്മൾ ഒരു സ്പൂൺ മതിയല്ലോ. ഇതിൻ്റെ ഒരു സ്പൂൺ മതി കേട്ടോ നമുക്കിങ്ങനെ ചെയ്യാൻ. കാലിലും കയ്യിലും മുഖത്തും എല്ലാം തേച്ചുള്ളൂ. ഒരു കിട്ടുന്നതിനൊരു സംഭവമാണ് കേട്ടോ. ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. ചെയ്യുന്നവരുടെ അടുത്ത് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഇന്ന് രാത്രികളിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കിടിലൊരു സംഭവമാണ് കേട്ടോ. അടിപൊളി സംഭവമാണ്. പിന്നെ ഒരു 1-2 അല്ലി ഓറഞ്ചിൻ്റെ അല്ലി മതിയല്ലോ ഇതിന് നമുക്ക് ഈ ഒരു പായ്ക്ക് ഉണ്ടാക്കാൻ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. ഇന്ന് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്നൊന്ന് ചെയ്ത് നോക്കിയിട്ട് സുപ്പിനെ അറിയിക്കുമോ അതോ കള്ളത്തരം പറഞ്ഞ് മുങ്ങോ? സുപ്പു കാണുന്നുണ്ട്, ടിപ്പ് ചെയ്യുന്നുണ്ട് അതൊക്കെ പറഞ്ഞ് എന്നെ കളിപ്പിക്കുകയാണോ നിങ്ങളൊക്കെ? സത്യം പറ. എന്നെ കളിപ്പിക്കല്ലേ, ദൈവദോഷം കിട്ടും കേട്ടോ. പാവ സുപ്പ്, നിങ്ങളുടെ പാവ സുപ്പല്ലേ, അനിയത്തിയല്ലേ, ചേട്ടത്തിയല്ലേ. അമ്മയെന്ന് ആരും വിളിച്ചിട്ടില്ല. കുഞ്ഞുമക്കളൊക്കെ കാണും. നേരത്തെയൊക്കെ പറയുന്നു മക്കൾ കുഞ്ഞുമക്കളൊക്കെ കാണാറുണ്ടെന്ന്. ഇപ്പം പിന്നെ ആരും പറയുന്നില്ല. കുഞ്ഞുമക്കളൊക്കെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ കാണുന്നവരുണ്ടെങ്കിൽ ശരിയൊക്കെ ഒന്ന് കണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യണം ഈ പാവ സുപ്പുവിനെ കേട്ടോ. അപ്പോഴേ പോസിറ്റീവ് എനർജി കിട്ടണമെങ്കിൽ ഇതൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ഈശ്വരവിശ്വാസം വേണം എന്തായാലും കേട്ടോ. അതൊക്കെയാണ് നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്നത്. ടിവിയും മൊബൈലും എല്ലാം യൂസ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ നമ്മൾ ദൈവീകമായിട്ടുള്ള കാര്യങ്ങളും അല്ലേ, അങ്ങനെ പ്രാർത്ഥനകളും അതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. ഞാനങ്ങനെയാണ്. എല്ലാം ഉണ്ട്, കയ്യിലെല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ പ്രാർത്ഥനകൾ എല്ലാം ഞാൻ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യും കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടം. രാവിലെ ഒരു കൈ നമ്മൾ എന്തായാലും അടുക്കള നിൽക്കുമ്പോഴാണ് നമുക്ക്, അല്ലാതെ ഇങ്ങനെ ഇരുന്ന് കാണാൻ എനിക്ക് സമയമില്ല. എന്നാലും അടുക്കളപ്പണി ചെയ്യുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറയണേ. അടുക്കളപ്പണി ഞാൻ രാവിലെ കാപ്പിയും മക്കളെയൊക്കെ വേണ്ടേ. അപ്പോൾ അതിൻ്റെ ഗ്യാസിൻ്റെ അടുത്ത് നിൽക്കുവാണെങ്കിൽ
ഇപ്പുറത്ത് നമ്മുടെ മൊബൈൽ ഞാൻ എന്തായാലും ഓണാക്കി വെക്കും. പ്രാർത്ഥനകൾ എല്ലാം ഞാൻ കേൾക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒരു അനുഗ്രഹമാണ് കേട്ടോ. നമ്മുടെ മക്കൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇച്ചിരിയെങ്കിലും അവർക്ക് കൂടെ കിട്ടുമായിരിക്കുമല്ലോ. അവർക്ക് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ മക്കൾക്കും മാതാപിതാക്കളൊക്കെ നമ്മളെ എന്തോരം കഷ്ടപ്പെട്ടാണ് നമ്മളെയൊക്കെ വളർത്തി വലുതാക്കി കെട്ടിച്ചയച്ചു. അപ്പോഴിനി അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അല്ലേ. ആപത്തുകളും കാര്യങ്ങളും രോഗസൗഖ്യങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടി മക്കൾ പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥന ഇച്ചിരിയൊക്കെ നമ്മുടെ മാതാപിതാക്കൾക്ക് കിട്ടും, അതെനിക്ക് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ എവിടെ പോയാലും ഞാൻ അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് തന്നെ ഞാൻ പറയാറില്ലേ, അമ്പലത്തിൽ പോവുകയാണെങ്കിലും പറയുന്നുണ്ട്. നേരിട്ട് കണ്ടിട്ടില്ലാത്ത വ്യക്തികളാണെങ്കിൽ പോലും നമ്മൾ എന്നോട് അക്കാര്യം പറഞ്ഞല്ലോ പ്രാർത്ഥിക്കണമല്ലോ എന്ന് അന്നേരം നമ്മൾ ഓർക്കും. അപ്പോഴവിടെ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കും. പിന്നെ ഞങ്ങൾ ഉത്സവം കേട്ടോ, ഉത്സവത്തിന് എല്ലാവരും വരണം കേട്ടോ. സുപ്പു ഉത്സവപ്പറമ്പിൽ കാണും, എല്ലാവരും അങ്ങ് വന്നാൽ മതി കേട്ടോ. കുപ്പികള പിന്നെ കുപ്പികള ക്യൂടെക്സ് കുപ്പികളെയൊക്കെ ഇഷ്ടമുള്ളവർ വന്നോളൂ. സുപ്പ് വാങ്ങിച്ചു വെച്ചേക്കാം കേട്ടോ. എൻ്റെ കറുത്തവള ഏകദേശം ഞാൻ 1 ഡസൻ വേറെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ കുപ്പികളായി. അപ്പോഴെല്ലാവരും ചോദിക്കും ഇത്രയും കുപ്പികളെ എവിടെ നിന്നാണ്? ഞാനെല്ലാത്തിനും നൈറ്റിക്കും സാരിക്കും എല്ലാം ചെയ്യുന്ന കുപ്പികളെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അത് അങ്ങനെ നോക്കി വാങ്ങിക്കുന്നതല്ല കേട്ടോ. അങ്ങനെ വാങ്ങി ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും ഒരു നൈറ്റിക്ക് ചേരുന്നതാവും, ഒരു സാരിക്ക് ചേരുന്നതാവും, അങ്ങനെ ഇടുന്നതാണ് കേട്ടോ. ഇഷ്ടംപോലെ കുപ്പികളെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. നമ്മുടെ അണ്ണ എനിക്കത് വാങ്ങിച്ച് തരികയും ചെയ്യും കേട്ടോ. ഇഷ്ടമാണ് കേട്ടോ. അപ്പോഴിവിടെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ട് വരുന്നവർ വരുമ്പോഴേ എന്നെ കാണുമ്പോൾ കൊള്ളാമല്ലോ, കൈ നിറച്ചും വളയുണ്ടല്ലോ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ആരുടെയും കയ്യിൽ ഇത്രയും വള കേട്ടോ, ചേച്ചിയുടെ കൈ മാത്രമേ ഉള്ളൂ ഇത്രയും വള. ഞാൻ പറഞ്ഞു ഞാൻ മാത്രമേ ഇവിടെ ഇടത്തുള്ളൂ. എന്ന് വെച്ചാൽ സ്വർണ്ണത്തിനൊക്കെ വില കൂടുതലല്ലേ, അതുകൊണ്ട് ഈ ചേച്ചി ഇതൊക്കെ ഇട്ടങ്ങ് ആഗ്രഹമൊക്കെ അങ്ങ് തീർക്കുമെന്ന് ഞാൻ പറയും കേട്ടോ. ഒത്തിരി പേരെന്നോട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കുട്ടികളെയൊക്കെ ഇടാം, എല്ലാവർക്കും ഇടാം കേട്ടോ, എല്ലാവർക്കും ഇടാം. അപ്പോഴിന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളിട്ട സംഭവം അങ്ങ് പിടിച്ച് കേട്ടോ, ആ സ്കിന്നുമായിട്ടങ്ങ് ചേർന്നു. അപ്പോഴിത് 1 സ്പൂൺ മതി. നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ തേച്ചിട്ട് കിടന്ന് സുഖമായിട്ട് കിടന്നുറങ്ങിക്കും കേട്ടോ. സുരേഷ് ഗോപി പറഞ്ഞതുപോലെ സുഖനിദ്ര, ഗുഡ് നൈറ്റ് ഇല്ലേ, അതുമാതിരി കിടന്നങ്ങ് ഉറങ്ങിക്കും. അവൻ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളായിട്ട് ഇന്നെന്താ വലിയ ഇത് എളുപ്പപ്പണിയല്ലേ, അതുകൊണ്ടാട്ടോ ഇച്ചിരി നേരം ഇന്ന് നമ്മൾ കഥയൊക്കെ പറഞ്ഞ്. അപ്പോഴിന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.